ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ആ ചിരി കണ്ടു. ഈ സിനിമയില് നമ്മുടെ ചിരിയണ്ണന്റെ കയ്യിൽ ഒരു പ്രത്യേക തരം ചന്ദനത്തിരി ഉണ്ട്. അതിന്റെ സ്മെല്ലൊക്കെ അടിച്ചാണ്ടല്ലേ നമ്മൾ ചാർജ് ആവും. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. ഒരു ദിവസം നമ്മുടെ ചിരിയണ്ണൻ കോളേജിൽ പോകുമ്പോൾ ആ കോളേജ് മൊത്തം ആ ചന്ദനത്തിരി വെച്ചിട്ട് പുകയ്ക്കും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു പെണ്ണിനെ ആ സ്മെല്ലടിക്കുമ്പോൾ നമ്മുടെ ചിരിയണ്ണനോട് ക്രഷ് തോന്നും. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ ഈ സിനിമയിൽ ഇവള് നമ്മുടെ ചിരിയണ്ണന്റെ ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അത് മണക്കും. മനസ്സിലായ എന്തേലും പൊളന്നു നമ്മള് അമ്മാതിരി പവറാ. പിന്നെ ഇവളിങ്ങനെ മണത്ത് അവസാനം നമ്മുടെ ചിരിയണ്ണന്റെ പിന്നാലെ ഫുൾ ടൈം ഇങ്ങനെ മണപ്പിച്ച് നടക്കും. ചന്ദനം മണക്കുന്നുണ്ട് സാമി. വിജയ് പടവും അല്ലു അർജുനും പടവും ഞാൻ വളരെ തുറന്നു സംസാരിക്കാം. വളരെ മോശമായിട്ടുള്ള ഈസ്തെറ്റിക്സും ഒരു തരത്തിലും നമുക്കൊരു നല്ല കഥയെന്നോ നല്ല കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. പിന്നെ ഒരു ദിവസം ഇവിടെ രാത്രി ഒരു പേട്ടപ്പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചിരിയണ്ണന്റെ സ്വപ്നം കണ്ടിട്ട് ഡാൻസ് കളിക്കും ഗൈസ്. പിന്നെ ഈ അപരാധ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് സ്വപ്നാണെന്ന്. നീ എന്നെ ട്യൂൺ ചെയ്തല്ലേ. ഇവളുടെ ഈ അപരാധ പരിപാടി കണ്ടിട്ട് വീട്ടുകാർ ഇവളെ കല്യാണം കഴിപ്പിച്ച് ഇവളെ എവിടെയെങ്കിലും പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കും. പിന്നെ ഒരു ദിവസം പുറത്തിങ്ങനെ കറങ്ങാൻ പോണ സമയത്ത് ആ ചെക്കൻ ഒരു പാട്ട് ഇവൾക്ക് പാടി കൊടുക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ ഇവൾക്ക് നമ്മുടെ ചിരിയണ്ണനെ ഓർമ്മ വന്നിട്ട് സ്വപ്നം കാണും. പിന്നെ ഒരു ദിവസം ഇവളുടെ സ്കൂട്ടറിൽ പെട്രോൾ തീരുമ്പോൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമ്മുടെ ചിരിയണ്ണനെ ഇവിടെ സ്വപ്നം കാണും. എന്നിട്ട് എന്തൊക്കെയോ കാണിക്കും. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഒന്ന് നിർത്തുന്നുണ്ട് കൊണഞ്ഞിരി. പെട്രോൾ അടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചേച്ചിക്ക് വീണ്ടും ചാർജ് ആയിട്ട് നമ്മുടെ ചിരിയണ്ണനെ പിടിച്ചിട്ട് ഒരു ഡാൻസ് അങ്ങ് കളിക്കും. കൊള്ളാലോ. പിന്നെ ഇവളുടെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് അന്ന് പെണ്ണ് കാണാൻ വന്ന ചെക്കനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണ ദിവസമാവും. പക്ഷെ അവൾക്ക് നമ്മുടെ ചിരിയണ്ണനെ ഇഷ്ടം ഗൈസ്. ആ സ്മെല്ല് അവൾക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഇവള് പടം തീരാറായിപ്പോ നമ്മുടെ ചിരിയണ്ണന്റെ അടുത്ത് പോയിട്ട് ചിരിയണ്ണനെ ഇഷ്ടമാണെന്ന് നമ്മള് പറയും. അപ്പൊ എന്നെ നമ്മുടെ ചിരിയണ്ണൻ ഇഷ്ടമാന്ന് പറയും. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് സിനിമ കഴിഞ്ഞാനെ. പിന്നെ ഇവളും ചിരിയണ്ണനും കൂടി ആ കല്യാണ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ചിരിയണ്ണന്റെ സ്മെല്ലാണ് ഇഷ്ടം, നിങ്ങൾ പൊക്കോളാൻ പറയും. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. പിന്നെ ഇവളും ചിരിയണ്ണനും കൂടി അങ്ങ് കല്യാണം അങ്ങ് കഴിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. ഇനി നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഇങ്ങനെ സിംഗിളായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് നമ്മുടെ ചന്ദനത്തിരി വാങ്ങാൻ കത്തിക്കുക. അപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള ക്രഷ് സെറ്റാവും. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും.